എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് സമാസമാണ്. എല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയായിരിക്കും സമാസം എന്താണെന്നും അതിൻ്റെ വകതിരിവുകൾ എന്തൊക്കെയാണെന്നും ഒക്കെ. എന്നാലും ഞാനതൊന്നും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമാസം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയങ്ങളില്ലാതെ രണ്ട് പദങ്ങൾ ചേർത്ത് എഴുതുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. വിഭക്തി പ്രത്യയങ്ങൾ കാണത്തില്ല. ഇപ്പം കിളിക്കൂട്, കിളിക്കൂട് അത് പിടിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കിളി പ്ലസ് കൂട്, അതാണ് കിളിക്കൂടായിട്ട് മാറുന്നത്. അപ്പം ആ കിളിക്കൂടെന്ന് പറയുന്നതാണ് സമാസം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പദങ്ങൾ ചേർത്ത് എന്നതാണ് സമാസം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യയമോ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. സമാസം എന്താണെന്ന് നന്നായി മനസ്സിലാകണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് വിഗ്രഹാർത്ഥം. വിഗ്രഹിച്ചെഴുതുന്നത്, ആ സമാസം എന്ന് പറയുന്ന പദത്തിലെ വിഗ്രഹിച്ചെഴുതുന്ന വിഗ്രഹാർത്ഥം എങ്ങനെയാണ്, വിഗ്രഹാർത്ഥം എന്താണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ സമാസത്തിലെ പൂർവ്വപദവും ഉത്തരപദവും എന്താണെന്നും അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യം ഞാൻ വിഗ്രഹിച്ചതെന്ന വിഗ്രഹാർത്ഥം എന്താണെന്ന് പറയാം. ഇപ്പം നമുക്ക് ആദ്യം എടുത്ത ആ ഉദാഹരണം തന്നെ എടുക്കാം. കിളിക്കൂട്. കിളിക്കൂടിനെ നമ്മൾ എങ്ങനെ വിഗ്രഹിച്ചെഴുതും? കിളിയുടെ കൂട് എന്ന് നമ്മൾ വിഗ്രഹിച്ചെഴുതും. അതാണ് എൻ്റെ വിഗ്രഹാർത്ഥം. കിളിയുടെ കൂട്, കിളിക്കൂട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സമാസത്തിലെ ആ കിളിക്കൂടും കിളിയുടെ കൂടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ വിഭക്തി പ്രത്യയമായിട്ടുള്ള ഊടെ വന്നു വിഗ്രഹാർത്ഥത്തിൽ, അല്ലേ? അപ്പോൾ വിഗ്രഹാർത്ഥം എന്ന് പറയുന്നത് അതിൽ എന്തുണ്ടാകും? വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ടാകും. അപ്പം വിഭക്തി പ്രത്യയങ്ങളുള്ളതാണ് എന്തെന്ന് വെച്ചാൽ വിഗ്രഹാർത്ഥമെന്ന് പറയുന്നത്. അപ്പം കിളിക്കൂടിനകത്ത് ആ ഒരു പദത്തിൻ്റെ, കിളിക്കൂടെന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ ആദ്യം കാണുന്ന, നമ്മൾ കിളി, ഇപ്പം ആദ്യം കിളി എന്നുള്ള പദമല്ലേ നമ്മൾ ആദ്യം വായിക്കുന്ന പദം പൂർവ്വപദവും അവസാനം വായിക്കുന്ന പദം ഉത്തരപദവുമാണ്. ഉത്തരപദം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. തുടർന്ന് വരുന്ന സമാസങ്ങളിലൊക്കെ ഈ പൂർവ്വപദമെന്നും ഉത്തരപദമെന്നും ഒക്കെ നമ്മളിങ്ങനെ ഉച്ചരിച്ച് വരും. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ വിഗ്രഹാർത്ഥം എന്താണെന്നും ഓർത്തിരിക്കണം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സമാസമാണുള്ളത്. അവൈഭാവൻ, പിന്നെ തൽപുരുഷ സമാസം, ബഹുബ്രവി സമാസം, ദ്വന്ദ്വ സമാസം, ഇങ്ങനെ 4 തരത്തിലുള്ള സമാസമാണുള്ളത്. അതിൽ ഒന്നാമത്തെയായിട്ടുള്ള അവൈഭാവൻ എന്താണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ആ പൂർവ്വപദവും ഉത്തരപദവും ഒക്കെ എന്താണെന്ന് ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇങ്ങനെ തുടർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പൂർവ്വപദം എന്താണെന്നും ഉത്തരപദം എന്താണെന്നും. അപ്പം അവൈഭാവനിലേക്ക് വരുമ്പോൾ പൂർവ്വപദത്തിന് അർത്ഥത്തിന് പ്രാധാന്യം നൽകുന്നതിനെയാണ് അവൈഭാവൻ എന്ന് പറയുന്നത്. പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം നൽകുന്നതിനെയാണ് അവൈഭാവൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അനുദിനം. ഇപ്പം അനുദിനം എന്ന് പറയുന്ന വാക്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു പൂർവ്വപദത്തിന് പ്രാധാന്യം നൽകുന്ന അതിനെയാണ് നമ്മൾ അവൈഭാവൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അനുദിനത്തിനടുത്ത് അനുദിനം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദിനം തോറും എന്നാണ്. അനുദിനം എന്ന വാക്കിന് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ദിനം തോറും എന്ന് പറയുന്നതാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ദിനം എന്ന് പറയുന്ന വാക്കിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. ദിനം
അപ്പം വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നു. അതേപോലെ പ്രതിവർഷം എന്ന് പറയുമ്പം വർഷം തോറും എന്നാണ് വിഗ്രഹാർത്ഥം അതിൻ്റെ. അപ്പം വർഷം എന്ന് പറയുന്ന വാക്കിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. അപ്പം അവ്യയഭാവനിൽ പൂർവ്വപദത്തിനെന്ന് പറഞ്ഞെങ്കിലും വിഗ്രഹിച്ചെഴുതുമ്പോൾ ഉള്ള പൂർവ്വപദത്തിന് പ്രാധാന്യം നൽകുന്നതാണ് അവ്യയഭാവം. വിഗ്രഹിച്ചെഴുതുമ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് അവ്യയീഭവനെന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തതാണ് തൽപുരുഷ സമാസം. തൽപുരുഷ സമാസം എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞു അവ്യയീഭവൻ പറഞ്ഞപ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യം നൽകുന്നുവെന്ന് പറഞ്ഞു. തൽപുരുഷ സമാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉത്തരപദത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഉത്തരപദം എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനവാൽ. ആനയുടെ വാലെന്നാണ് അതിൻ്റെ വിഗ്രഹാർത്ഥം. അപ്പം നമ്മുടെ വാലെന്ന് പറയുന്ന പദത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതേപോലെ തിങ്കളാഴ്ച, തിങ്കളെന്ന ആഴ്ച. അപ്പം അവിടെ ആഴ്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അവസാനത്തെ ഉത്തരപൂർവ്വപദത്തിന് പ്രാധാന്യം നൽകുന്നതിനെയാണ് തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. ഈ തൽപുരുഷ സമാസത്തിന് കുറേ വിഭാഗങ്ങളുണ്ട്. അത് ഞാൻ അവസാന ഭാഗങ്ങളിൽ കുറച്ചുണ്ട്, അത് ഞാൻ അവസാന ഭാഗങ്ങളിൽ പറയാം. ഇനി അടുത്ത സമാസത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത സമാസമാണ് ബഹുബ്രീഹി സമാസം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അന്യപദത്തിനാണ് പ്രാധാന്യം. ഇനിയിപ്പം പൂർവ്വപദമെന്നും ഉത്തരപദമെന്നും ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇച്ചിരി നേരത്തേക്കൊന്ന് മാറ്റി വെക്കുക. ഇനി ഇവിടെ പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ അല്ല പ്രാധാന്യം, അന്യപദത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് ബഹുബ്രീഹി സമാസത്തിൽ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ അവിടെ ഞാൻ കൊടുത്തേക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. താമരക്കണ്ണൻ, താമരയുടെ ഇതളോട് കൂടിയവൻ. താമര കണ്ണൻ്റെ വിഗ്രഹാർത്ഥം താമരയുടെ ഇതളോട് കൂടിയവൻ. അതേപോലെ തപോധനൻ, തപസ്സാകുന്ന ധനത്തോട് കൂടിയവൻ. അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ദ്വന്ദ്വസമാസത്തിലേക്ക് പോവാം. ദ്വന്ദ്വസമാസം എന്ന് പറഞ്ഞാൽ ഘടകപദത്തിന് തുല്യ പ്രാധാന്യം. ഇപ്പം രണ്ട് പദം ഉണ്ടെങ്കിൽ ആ രണ്ട് പദത്തിനും ഒരേപോലുള്ള പ്രാധാന്യമുണ്ടാകും. ഇപ്പം രാപകൽ, രാവും പകലും. അവിടെ രാവിനും പ്രാധാന്യമുണ്ട്, പകലിനും പ്രാധാന്യമുണ്ട്. അതേപോലെ അഞ്ചാറ് എന്ന് പറയുമ്പം അഞ്ചിനും അഞ്ചോ ആറോ എന്നാണ് പറയുന്നത്. അപ്പം അഞ്ചിനും അവിടെ പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ ആറിനും അവിടെ പ്രാധാന്യമുണ്ട്. അതുപോലെ മാതാപിതാക്കൾ, അവിടെ മാതാവിനും പ്രാധാന്യമുണ്ട്, അതേപോലെ പിതാവിനും പ്രാധാന്യമുണ്ട്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈകാലുകൾ. ഇതൊക്കെ നമ്മൾ നിത്യേന നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകളാണ്. അപ്പം ഇതൊക്കെ കൈകാലുകളെന്ന് പറയുമ്പോൾ കൈയും കാലും, അതും ദ്വന്ദ്വസമാസത്തിന് ഉദാഹരണമാണ്. ഇത്രയാണ് പൊതുവേ സമാസത്തിൻ്റെത്. ഇനി ഞാൻ പറഞ്ഞല്ലോ തൽപുരുഷ സമാസത്തിൽ കുറേ അധികം വിഭാഗങ്ങളുണ്ട് എന്ന്. അപ്പോൾ അതിങ്ങനെ ഓരോ വിഭക്തി പ്രത്യയങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അനന്തര വിഭാഗങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ ഉൾപ്പെടുത്താം. അതും കൂടെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ദ്വിഗുസമാസം. ഇതൊക്കെ തൽപുരുഷ സമാസത്തിൻ്റെ ഒരു വകഭേദമാണ്. ദ്വിഗുസമാസം എന്ന് പറഞ്ഞാൽ സംഖ്യാവിശേഷണമുള്ള സമാസം. ഇപ്പം മുപ്പാര്, അതങ്ങനെ നമ്മൾ വിഗ്രഹിച്ച് പറയുന്നത് 3 പാര്. അപ്പം 3 പാര്, അവിടെ 3 എന്നുള്ളത് സംഖ്യയാണ്. പാരിന് വിശേഷണമായിട്ട് വന്നിരിക്കുകയാണ് സംഖ്യയായ 3 എന്ന് പറയുന്ന പദം. അപ്പം മുപ്പാര്. അതുപോലെ പഞ്ചലോഹം ഇവിടെ 5 ലോഹം എന്നാണ് അർത്ഥം. 5 ലോഹം എന്നർത്ഥം. അപ്പം അവിടെ 5 ലോഹത്തിന്, ലോഹം എന്ന പദത്തിന് വിശേഷണമായിട്ട് വന്നിരിക്കുകയാണ് 5 എന്ന് പറയുന്ന പദം. അപ്പം പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഈ നമ്മളിപ്പോൾ ഇവിടെ സംഖ്യ
പറഞ്ഞല്ലോ. അപ്പം മറ്റടുത്ത് നമ്മൾ പറഞ്ഞില്ലേ 5 6 5 6, പക്ഷേ 5 6 എന്ന് നമ്മൾ ദ്വന്ദ്വ സമാസത്തിൽ പറഞ്ഞില്ലേ. അപ്പം അവിടെ അങ്ങനെ ഒരു പ്രയോഗമല്ല. അവിടെ 5 6 എന്നുള്ള വിഗ്രഹിച്ചെഴുതുമ്പോൾ 5 6 എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം 5ഉം 6ഉം അവിടെ 5നും 6നും തുല്യ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടെ മുപ്പാലെന്നും അല്ലെങ്കിൽ പഞ്ചലോഹം എന്നൊക്കെ പറയുമ്പം ഈ ഉത്തരപദത്തിന് വിശേഷണമായിട്ടാണ് പൂർവ്വപദം വന്നിരിക്കുന്നത്, പൂർവ്വപദമായിട്ടുള്ള സംഖ്യ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ഓരോ സംഖ്യ, മുപ്പാര് 3 പാര്, 3 എന്ന് പറഞ്ഞ സംഖ്യ. അതുപോലെ പഞ്ചലോഹം 5 ലോഹം, 5 എന്ന് പറയുന്ന സംഖ്യ. അതുപോലെ ഏകദിനം എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിനം, അതും ഒരു സംഖ്യയാണ് അവിടെ വിശേഷണമായിട്ട് വന്നിരിക്കുന്നത്. അതാണ് ദ്വിഗുസമാസം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത തൽപുരുഷ സമാസത്തിൻ്റെ ഒരു ഉപഭാഗമാണ് ഉപമിത തൽപുരുഷൻ. എന്ന് വെച്ചാൽ പോലെ വരികയാണെങ്കിൽ, പോലെ എന്ന് പറയുന്ന വിഗ്രഹിക്കുമ്പോൾ പോലെ എന്ന് പറയുന്ന പദം വരികയാണെങ്കിൽ അതാണ് ഉപമിത തൽപുരുഷൻ. ഇപ്പം പൂമേനി, പൂ പോലെയുള്ള മേനി. അതുപോലെ തേൻമൊഴി, തേൻ പോലെ ഉള്ള മൊഴി. അപ്പോൾ അതൊക്കെയാണ് പോലെ എന്ന് പറയുന്ന പദം വിഗ്രഹിക്കുമ്പോൾ വരികയാണെങ്കിൽ അതാണ് ഉപമിത തൽപുരുഷൻ എന്ന് പറയുന്നത്. ഇനി രൂപകം തൽപുരുഷൻ എന്ന് വെച്ചാൽ ആകുന്നു എന്ന് വരുന്നതിനെ, മുമ്പേ പോലെ എന്ന് വന്നില്ല, ഇവിടെ ആകുന്നു എന്ന് വരുവാണെങ്കിൽ അതാണ് രൂപകം തൽപുരുഷൻ എന്ന് പറയുന്നത്. മിഴിപ്പൂക്കൾ, മിഴികളാകുന്ന പൂക്കൾ എക്സാമ്പിളാണ്. മിഴിപ്പൂക്കൾ, മിഴികളാകുന്ന പൂക്കൾ. ഇനി അടുത്തത് മധ്യമ പദലോപി. കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. മധ്യമ പദലോപി, മധ്യത്തുള്ള പദം ലോപിക്കുക എന്ന് വെച്ചാൽ ഇല്ലാതാകുക. മധ്യത്തിലുള്ള പദത്തിന് ലോപം സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, മധ്യമലോപി എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഗ്രഹാർത്ഥം എന്താ, തീ കത്തിക്കാനുള്ള പെട്ടി. അവിടെ തീ കത്തിക്കാനുള്ള എന്ന് പറയുന്ന മധ്യത്തുള്ള പദം കളഞ്ഞിട്ട് ആണ് തീപ്പെട്ടി എന്ന് പറയുന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എലിവിഷം, എലിയെ കൊല്ലുന്നതിനുള്ള വിഷം. ഇവിടെ എലിയെ കൊല്ലുന്നതിനുള്ള ആ ഒരു പദം ലോപിച്ചിപ്പിച്ചിട്ട് എലിയെ കൊല്ലുന്ന വിഷത്തിനകത്ത് എലി വിഷമാക്കി മാറ്റി. ഇനി നിത്യസമാസം. എന്താ നിത്യസമാസം എന്ന് വെച്ചാൽ അതിനെ ഒരിക്കലും നമുക്ക് വിഗ്രഹിച്ചെഴുതാൻ ഒക്കത്തില്ല. എത്രയൊക്കെ നോക്കിയാലും അതിനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാൻ ഒക്കത്തില്ല. അങ്ങനെ തന്നെയാണ് നിത്യസമാസം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെ, ചെമ്പരത്തി, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ ഇത്രയാണ് സമാസം. ഒന്നും മനസ്സ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ നിത്യഭാഷയിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംസാര ഭാഷയിലൊക്കെ നമ്മളെപ്പോഴും ഇപ്പം ചെമ്പരത്തി എന്നൊക്കെയുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. അതുപോലെ തീപ്പെട്ടി ഉപയോഗിക്കുന്നുണ്ട്, എലിവിഷം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ അച്ഛനമ്മമാർ, കൈകാലുകൾ, രാവും പകലും, ഇതൊക്കെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. അപ്പം നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കുന്നവർ ഈ മാതൃഭാഷയുടെ എല്ലാ തരത്തിലുള്ള വ്യാകരണ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ അതൊരു മോശമായ കാര്യം തന്നെയാണ്. നമ്മുടെ ഭാഷയ്ക്കുള്ള പ്രത്യേകതകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എല്ലാവരും സമാസം നന്നായിട്ട് നോക്കുക. നന്നായിട്ട് ഇനി നിങ്ങൾ സ്വയം വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് അതിനെ വിഗ്രഹിച്ച് അത് ഏത് സമാസത്തിൽ പെടുന്നതാണൊക്കെ സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.